ഹലോ, അപ്പോൾ ഇന്ന് ഞാൻ ഷാജിക്ക് കൊടുക്കാറുള്ള ആപ്പിൾ വെച്ചിട്ടുള്ളൊരു റെസിപ്പി കാണിച്ചു തരാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആപ്പിളും ഒരു 3-4 നട്ട്സും അതുപോലെ 3-4 ഡേറ്റ്സാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഡേറ്റ്സും നട്ട്സൊക്കെ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്തൊന്ന് കുതിർത്തിയിട്ട് എടുക്കണം. ഞാൻ പക്ഷെ അത് മറന്നു പോയത് കാരണം ഞാൻ ചെറിയ ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഇട്ടിട്ടാണ് കേട്ടോ അതൊന്ന് സോഫ്റ്റാക്കി എടുത്തേക്കണം. എന്നിട്ട് നമുക്ക് ആപ്പിൾ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഞാനപ്പോൾ പൊതുവേ ഷാജിക്ക് ഫ്രൂട്ട്സ് ഒന്നും സ്റ്റീം ചെയ്തിട്ട് അങ്ങനെ കൊടുക്കാറില്ല കേട്ടോ. കാരണം എനിക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ല. ഷാജിക്ക് അതുപോലെ തന്നെ അവന് ഒട്ടും ഇഷ്ടമല്ല. ആപ്പിളൊക്കെ സ്റ്റീം ചെയ്ത് കൊടുത്താലും അവൻ ഒട്ടും കഴിക്കില്ല. സ്റ്റീം ചെയ്ത് കഴിയുമ്പോൾ എന്തോ നമുക്ക് തന്നെ ഇഷ്ടപ്പെടാത്തൊരു ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിക്കണേ. അപ്പം ഞാൻ എന്താ അങ്ങനെ ഡേറ്റ്സിൻ്റെ കുരുവൊക്കെ മാറ്റിയിട്ട് ഈ ആപ്പിളും നമ്മുടെ ഡേറ്റ്സും നട്ട്സൊക്കെ കൂടെ ആ വെള്ളത്തോട് കൂടിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കണം. അരച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് നോക്കണം കേട്ടോ, എല്ലാം കംപ്ലീറ്റ് ആയിട്ട് അരഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. കട്ടയൊന്നും ഇല്ലാണ്ട് സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വേണം കേട്ടോ കൊടുക്കാൻ. അപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് നല്ലൊരു പ്യൂരിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ശരിക്കും ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ, ഞാൻ വെറുതെ പറയല്ല, നല്ല ടേസ്റ്റുള്ളൊരു കുറുക്ക് തന്നെയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഷാജിക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കൊടുത്താൽ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. സ്റ്റീം ചെയ്തിട്ട് കൊടുത്താൽ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇങ്ങനെ കൊടുത്തു നോക്ക്. എനിക്കൊന്നും സ്റ്റീം ചെയ്തതിനെക്കാട്ടിലും കുറച്ചും കൂടി ബെറ്റർ ഇങ്ങനെ തന്നെ കൊടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ കൂടുതൽ റെസിപ്പീസിനൊക്കെ ആയിട്ട് എന്തായാലും ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ ഇവിടെ ഇത്രേ ഉള്ളൂ. ടാറ്റാ.